വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച കേരളത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ആശ ശോഭന. വലിയ വിജയപ്രതീക്ഷയോടെയാണ് ആശ ലോകകപ്പിനായി ഒരുങ്ങുന്നത്. തയ്യാറെടുപ്പുകൾക്കിടെ പുതിയ ദൗത്യത്തിന്റെ സന്തോഷം ജനം ടിവിയോടൊപ്പം പങ്കുവയ്ക്കുകയാണ് ആശ. റിപ്പോർട്ടിലേക്ക്. ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരളത്തിന്റെ പുതിയ അഭിമാനമാണ് ആശ ശോഭ. അങ്ങനെ ആശ ശോഭ പുതിയ ലോകകപ്പ് പ്രതീക്ഷകളുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ആശ ശോഭ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പുതിയ ഒരു കേരളത്തിലെ ഒരു വലിയ സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ക്രിക്കറ്റേഴ്സിൻ്റെ ഇടയിൽ മിന്നുമണിക്ക് ശേഷം വലിയൊരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ ജേഴ്സി ഇത് ആദ്യമായില്ല, പക്ഷേ ലോകകപ്പ് കുപ്പായത്തിലേക്ക് എത്തുന്നത് അപ്പോൾ എത്രത്തോളമാണ് ആവേശം? വളരെ സന്തോഷമുണ്ട്. എല്ലാം ദൈവത്തിന് നന്ദി. കാരണം ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ദൈവത്തിനാണ് മുന്നിൽ നിർത്തുന്നത്. അപ്പോൾ ദൈവത്തിന് വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ വിമൻ ടീം ഇതുവരെ വേൾഡ് കപ്പ് വിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് എടുക്കുമ്പോഴായിരിക്കും റിയലായിട്ട് എനിക്ക് ശരിക്കും സന്തോഷം ഉണ്ടാവുക. ഇത് വളരെ സന്തോഷം. മുൻപും ഇന്ത്യക്കായി കളിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ആത്മവിശ്വാസവും കരുത്തും എത്രത്തോളം നൽകുന്നു? ആ ഒരു എക്സ്പീരിയൻസ് തന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ WPL ഒരു എക്സ്പീരിയൻസ് ഫോറിൻ പ്ലെയേഴ്സുമായിട്ട് അവർക്കെതിരെ ബോൾ ചെയ്ത് വിക്കറ്റ് എടുക്കാൻ പറ്റിയതും അവരുടെ കൂടെ കളിക്കാൻ പറ്റിയതൊക്കെ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സ്റ്റേജിൽ ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറും അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ആ ഒരു WPL ഇതൊക്കെ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, കാരണം ഇന്ത്യൻ കുപ്പായം അണിഞ്ഞിട്ട് അധിക കാലമായിട്ടില്ല. അപ്പോൾ അതിന് മുൻപേ ഒരു വേൾഡ് കപ്പിലേക്ക് എത്തുകയാണ്. അതായത് ലോക ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പോരാട്ട ഭൂമിയിലേക്കാണ് എത്തുന്നത്. അത് എത്രത്തോളം ഒരു ആവേശം അല്ലെങ്കിൽ ഒരു പ്രത്യേകതയൊക്കെയാണ്? ഇപ്പോൾ വേൾഡ് കപ്പ് എനിക്കറിയാം, അത് വളരെ വലിയൊരു എല്ലാവരും ഒറ്റുനോക്കുന്ന ഒരു ടൂർണമെൻറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ മാച്ച് ബൈ മാച്ച് ഓരോ മാച്ചായിട്ട് പോവുക, പ്രോസസ്സിൽ തന്നെ ഫോക്കസ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കൂടുതൽ എന്താ ഫൈനൽ റിസൾട്ട് വരുന്നതിനേക്കാളും ആ ഒരു പ്രോസസ്സ്, നമുക്ക് ആ ദിവസം എന്താ ചെയ്യേണ്ടത്, അടുത്ത ദിവസം എന്താ ചെയ്യേണ്ടത്, അത് മാത്രം നോക്കി പോവുക, സിമ്പിളായിട്ട് വെക്കുക എന്നാണ്. സജനയുമുണ്ട് ടീമിൽ. വളരെ സന്തോഷം. കാരണം സജു ഒക്കെ 19 ഇയേഴ്സ് ഉള്ളപ്പോൾ തന്നെ എൻ്റെ ക്യാപ്റ്റൻസിലാണ് കേരളത്തിൽ വന്നത്. അപ്പോൾ സജുവിൻ്റെ കൂടെ വേൾഡ് കപ്പ് കളിക്കാന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു സന്തോഷമില്ല. വളരെ സന്തോഷം. എങ്ങനെയാണ് ഇനിയുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള ക്രമീകരണങ്ങളൊക്കെ? നല്ലൊരു സ്കെഡ്യൂൾ തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യും. ഇപ്പോൾ നാട്ടിലായതുകൊണ്ടൊരു അതിനേക്കാളും സന്തോഷമുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ അടുത്ത ഒരു വേൾഡ് കപ്പ് പ്രിപ്പറേറ്ററി ക്യാമ്പിന് പോകുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട്. അമ്മയുടെയും പപ്പയുടെയൊക്കെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു വളരെ ഒരു സന്തോഷമാണ്. പരിശീലനം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി അങ്ങോട്ട്? ക്യാമ്പുകൾ? ഞാൻ ബെലിൻഡർഫിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ആരൻ സാറിൻ്റെ കൂടെ. അപ്പോൾ എനിക്ക് സ്കെഡ്യൂളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്യണം ആ സ്കെഡ്യൂൾ അനുസരിച്ച്. കപ്പുമായി തിരിച്ചു വരാൻ കഴിയട്ടെ. എല്ലാവിധ വിജയാശംസകളും. അപ്പോൾ അങ്ങനെയാണ് മലയാളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ വലിയ പ്രതീക്ഷയായി മാറുന്ന ആശ ശോഭയും മറ്റ് ടീമംഗങ്ങൾക്കുമെല്ലാം ലോകകപ്പിൽ വലിയ വിജയ പ്രതീക്ഷകളുണ്ട്. അവരുടെ ആ പ്രതീക്ഷകളൊക്കെ പൂവണിയട്ടെ, ഈ രാജ്യത്തിന് ഒരു കപ്പ് കൂടി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.